മേടം രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. നിങ്ങൾ വളരെ അധികം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പണം ചിലവാക്കുന്നത് എങ്കിൽ വലിയ വിധത്തിലുള്ള ലാഭം നിങ്ങൾക്കുണ്ടാക്കിയെടുക്കുവാൻ പറ്റും എന്നുള്ള ഒരു കാലമായിട്ടാണ് വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും അനാവശ്യമായ രീതിയിലാണ് പണമൊക്കെ ചിലവാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള നഷ്ടങ്ങളിലേക്കുള്ള വഴികളായിരിക്കും തുറക്കുക. അപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ രാശി ഫലങ്ങളിലൂടെ സഞ്ചരിക്കാം. ഇപ്പോൾ ശനി ഭഗവാൻ നിങ്ങളുടെ രാശിയുടെ 12-ാം ഭാവത്തിലേക്കാണ് വന്ന് നിൽപ്പുള്ളത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളുടേതായ എന്തൊക്കെ നേട്ടങ്ങളാണെങ്കിലും നഷ്ടങ്ങളുടേതായ ഒരു സ്ഥാനമാണ് 12-ാം ഭാവം എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം 14-ാം തീയതി വരെ രാശിയുടെ 12-ാം ഭാവത്തിൽ സൂര്യൻ നിലകൊള്ളുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുട്ടികൾ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ അധികമായ പണച്ചിലവുകളൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തന്നെയും പണമായ രീതിയിൽ ഇടപാടുകളൊക്കെ നടത്തുന്നതും വളരെ അധികം ആവശ്യമായി വരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പണമൊക്കെ അങ്ങനെ ഭാര്യ ഭർത്താവിന് ചിലവാക്കുന്നതും ഭർത്താവ് ഭാര്യയ്ക്കൊക്കെ ചിലവാക്കുന്നതും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആകണമെന്നാണ്. അപ്പോൾ ഒരു നല്ല ഒരു വസ്ത്രം വാങ്ങി അവർക്ക് നൽകുന്നു, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഒരു നല്ല കാര്യം അവർക്ക് വേണ്ടി ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള വിജയമായിരിക്കും ഉണ്ടാക്കുക എന്നാണ് പറയുന്നത്. തൊഴിൽപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വളരെ അധികം തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും നിങ്ങൾക്ക്. കാരണം ഓവർ സ്ട്രെയിൻ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നൈറ്റ് വർക്കൊക്കെ ചെയ്യുന്ന അവരൊക്കെ ആണെങ്കിൽ തന്നെയും ആ ഒരു ടൈം കഴിഞ്ഞാൽ പോലും അവർക്ക് ചിലപ്പോൾ തിരികെ വരാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാവില്ല. കാരണം ഓവർ ടൈം ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടോടുകൂടി തന്നെയായിരിക്കും അത് ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഉറക്കം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കും അത് കാരണമാവുകയും ചെയ്യും. രാശിയുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ 12-ാം ഭാവത്തിലുള്ളത് കൊണ്ട് തന്നെ അനാവശ്യമായ സുഹൃത്ത് ബന്ധങ്ങൾ നിങ്ങളെ തേടി വരുന്ന ഒരു സാഹചര്യമുണ്ടാവും. ചിരിച്ചു കൊണ്ടുവരുന്നവർ ചിലപ്പോൾ നമ്മളെ ആപത്തിൽപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ തന്നെ നിങ്ങൾ വളരെ ഏറെ ജാഗ്രത പുലർത്തണമെന്നാണ് പറയേണ്ടത്. തൊഴിലിടങ്ങളിലാണെങ്കിലും മറ്റു ഉള്ള ഇടങ്ങളിലാണെങ്കിലും ശരി, നിങ്ങൾക്ക് ആപത്ത് പിന്തുടർന്ന് സുഹൃത്തിൻ്റെ രൂപത്തിൽ വരുന്നു എന്നതാണ്. അത് പുതിയ ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റേതായ രൂപത്തിലും നിങ്ങളുടേതായ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നെത്താം. ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് കുറേ അല്പം കൂടി മുന്നേറ്റമൊക്കെ ഉണ്ടാക്കാം, ഇന്ന വഴിക്ക് നമുക്ക് ഇടപെട്ടാലോ എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഒരു വ്യക്തി വരാം. മറ്റു പല കാര്യങ്ങളുമായിട്ട് വരാം. അതൊക്കെ നിങ്ങൾക്ക് വിനയായി മാറുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുന്നു എന്നതും കൂടി മനസ്സിലാക്കണം. സൂര്യൻ 12-ൽ തന്നെ നിലകൊള്ളുന്നതുകൊണ്ട് തന്നെ കുടുംബത്തിനോട് ചേർന്നിരുന്ന് പോകുന്ന സാഹചര്യങ്ങൾ വളരെയധികം കുറവായിരിക്കും. മിക്കവരും തൊഴിൽപരമായ ഇടങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ ഡോക്ടറാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കൃത്യമായ സമയത്ത് വീട്ടിലെത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഒരു അഡ്വക്കേറ്റ് ആണെങ്കിൽ പോലും അവർക്ക് മറ്റെവിടെയെങ്കിലും ഒരു സാഹചര്യത്തിലൂടെ അവർക്ക് സഞ്ചരിക്കുകയും കൃത്യസമയത്തിന് വീട്ടിലെത്താൻ പറ്റാതെയും കുടുംബപരമായ ഒരു അന്തരീക്ഷത്തിൽ അവർക്ക് കഴിയാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് ഏത് ഒരു തൊഴിൽ ഇടമാണെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം കൂടി മുന്നിൽ കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഒറ്റപ്പെട്ടതുപോലെ ഒറ്റയ്ക്കിരിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെയും വന്നു ചേരും. ഈ മാസം ഒക്കെ തന്നെ ഏപ്രിൽ 14 തീയതി വരെ ഉള്ളിൽ നിങ്ങൾക്കിങ്ങനെ സംഭവിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ പരമാവധി കുടുംബത്തിനോടൊപ്പം ചേർന്ന് സന്തോഷകരമായ രീതിയിൽ ഇരിക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. ചിലരൊക്കെയും ട്രാൻസ്ഫറിനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ മാസത്തിൽ അതൊക്കെ ഒഴിവാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. മറ്റു ചിലർക്കാണെങ്കിലോ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ പോലെ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുമൊക്കെയും ഈ മാസത്തിൽ വന്നു ചേരുന്ന ഒരു സാഹചര്യമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അധികം തന്നെ പണമൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എങ്കിൽ പോലും വളരെ അധികം അനാവശ്യ ചിലവുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമായി മാറുന്നത് തന്നെയായിരിക്കും അങ്ങനെ ഒരു കാര്യം. 6-ാം ഭാവത്തിൻ്റെ അധിപതി ആയ ബുധൻ ഭഗവാൻ 12-ാം ഭാവത്തിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കടം വാങ്ങി മറ്റൊരു കടം തീർക്കേണ്ട ഒരു സാഹചര്യമൊക്കെയും അവിടെ സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ചിലവുകൾ അനാവശ്യമായി അധികരിക്കും എന്നുള്ളതാണ്. ചിലർക്ക് വീട്, വാഹനം എന്നിവയിലൂടെ തന്നെ കടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും അത് തിരികെ അടയ്ക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളും ഈ ഒരു മാസത്തിൽ വന്നെത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസായിട്ട് EMI ഒക്കെ ഒന്ന് അടയ്ക്കുന്നതൊക്കെ വളരെയധികം നല്ല ഒരു ഫലമായിരിക്കും നിങ്ങൾക്ക് നൽകുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ
നിങ്ങളുടേതായ സഹോദരങ്ങൾ തമ്മിലൊക്കെ ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ നല്ല രീതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സുഹൃത്ത് പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നകാരകനായി മാറുകയും അവിടെ തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കും. അത് തൊഴിൽ ഇടത്തിൽ വല്ലാത്ത ഒരു രീതിയിലുള്ള ഇടപെടലുകളൊക്കെ നടത്തി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ചിലർക്ക് നേരത്തെ മറ്റുള്ളവർക്കോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പകയോ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും റിപ്പീറ്റായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവഗണിക്കുക. അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമെന്നുള്ള സാഹചര്യമുണ്ടെങ്കിൽ അവിടെ നിന്നുമൊക്കെ ഒഴിവായി നിൽക്കേണ്ടത് നിങ്ങളുടേതായ ഒരു കടമയായി തന്നെ കരുതുക. കുടുംബപരമായ രീതിയിൽ ചിലർക്ക് തന്നെ വളരെയേറെ ഡൈവോഴ്സൊക്കെ വാങ്ങാനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. തമ്മിൽ ഒത്തുപോകാത്ത ഒരു രീതിയിൽ, അതുപോലെ സ്വത്ത് സംബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ചില കേസുകൾക്ക് വഴക്കുകൾക്കൊക്കെ പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെ നിൽക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ല ഒരു കാര്യമായിട്ട് വരുന്നത്. അല്ല എങ്കിൽ അത് പല വർഷങ്ങളിലേക്കായിട്ട് ഇത് വലിയ മനോദുഃഖത്തിലേക്ക് കാരണമാവുകയും കുടുംബപരമായ ബന്ധങ്ങളിൽ ആ ഒരു ബന്ധം പിരിഞ്ഞു കിട്ടാത്തൊരു സാഹചര്യം വരികയും പുതിയ ഒരു കുടുംബ ബന്ധം നമുക്ക് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയും പണം സംബന്ധപ്പെട്ട വിഷയത്തിൽ അമിതമായ പല വിധത്തിലുള്ള ഇടപെടലുകളൊക്കെ നമ്മൾ നടത്തേണ്ട സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാക്കി വയ്ക്കുമെന്നാണ്. അതായത് ഈ പറയുന്നത് ഏപ്രിൽ 14 സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു അല്പ ദിവസത്തിനുള്ളിൽ ഉള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ നമ്മൾ തുടങ്ങി വയ്ക്കുമ്പോൾ വളരെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അതുപോലെ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഈ ഏപ്രിൽ 14 ശേഷം ഉണ്ടാവുക. അതുകൊണ്ട് ധൈര്യപൂർവ്വം അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊക്കെ പരിശ്രമിക്കുകയും ആപ്ലിക്കേഷൻസൊക്കെ അയക്കുകയും ഒക്കെ ചെയ്യാം. അതുപോലെ ഗവൺമെൻറ് സംബന്ധപ്പെട്ട തൊഴിലിടങ്ങളിലൊക്കെ ആഗ്രഹിച്ച് പരീക്ഷ എഴുതാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും ആ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം പ്രയത്നങ്ങൾ ഭഗവാൻ വളരെയേറെ അനുകൂലിക്കുന്ന ഒന്നാണ്. ശനി ഭഗവാൻ 7.5 ആണ്ട് കാലത്തിലേക്കാണ് വരുന്നത് എങ്കിൽ തന്നെയും ആദ്യത്തെ 2.5 വർഷം എല്ലാവരെയും വളരെയധികം രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരു കാലമാണ്. പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമ്മൾ അറിയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്കൊരു മുൻകരുതൽ എടുത്ത് പോകാനുള്ള സമയവും അദ്ദേഹം നമുക്ക് നൽകുന്നു. അപ്പോൾ ഇത്തരം വീഡിയോസൊക്കെ മറ്റുള്ളവരിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ അത് പോസിറ്റീവായി കണ്ട് വേണം നിങ്ങൾ പോകാനായിട്ട്. നെഗറ്റീവായിട്ട് അതിനെ എടുക്കരുത്. ഇതൊക്കെ ഞങ്ങൾ എത്രയോ കണ്ടിട്ടുള്ളതാണ് എന്ന ചിന്ത അവിടെ പാടില്ല. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ വന്നതിന് ശേഷം നമ്മൾ അതിനെ ഇതായിട്ട് പോകുന്നതിന് പകരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന്. അതാണ് നല്ല കുടുംബ ജീവിതത്തിനും സന്തോഷകരമായ നിങ്ങളുടെ സ്വന്തമായ ജീവിതത്തിനും നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്. വിദ്യാഭ്യാസപരമായ രീതിയിൽ ഉയർന്ന രീതിയിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിന് പോസിറ്റീവായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഈ പറയുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ വളരെയേറെ അനുകൂലമായ ഒരു സാഹചര്യം ഈ ഒരു കാലഘട്ടത്തിൽ വിദ്യാഭ്യാസപരമായ രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ മനസ്സിന് ഒരു പ്രത്യേകമായ ഒരു ഇടം തന്നെ നൽകുക. കാരണം എനിക്ക് എൻ്റെ ലക്ഷ്യം വിജയമാണ്, എൻ്റെ ലക്ഷ്യം ജോലിയാണ് എന്ന ഒരു ചിന്ത മനസ്സിലേക്ക് പ്രാപ്തമാക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രാപ്തത കൊടുക്കുമ്പോൾ ശനി ഭഗവാൻ അവിടെ ഒന്നും തന്നെ ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവില്ല. കാരണം ധനപരമായ രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത്, വിദ്യാഭ്യാസപരമായ രീതിയിൽ. അപ്പോൾ അദ്ദേഹം അതിനെ അനുകൂലിക്കുകയേ ഉള്ളൂ. ഈ ഒരു കാലഘട്ടത്തിൽ ശനി ഭഗവാന്റേതായ ഒരു 7.5 ആണ്ട് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ശനി ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം അദ്ദേഹത്തിന് നിങ്ങളുടേതായ കാഠിന്യത്തെ കുറച്ച് നൽകുവാൻ കഴിയും. അതായത് സമ്പത്തുപരമായ രീതിയിൽ അല്ല എങ്കിൽ തന്നെയും വളരെയധികം കഷ്ടപ്പെടുന്ന ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ചിലരെങ്കിലും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായമൊക്കെ അവർക്ക് ചെയ്യുന്നതൊക്കെ നന്മ ഉണ്ടാകും. വിദ്യാഭ്യാസപരമായ രീതിയിൽ എന്തെങ്കിലും കുട്ടികൾക്ക് പുസ്തകം വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും, മുകളിൽ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിൽക്കുന്നവരായിരിക്കും, ഒരു നല്ല വസ്ത്രമില്ലാത്തവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ ഒരു ചെറിയ സഹായമായ ഒരു കാര്യം നിങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ശനി ഭഗവാൻ നിങ്ങളെ വളരെ അധികം കൂടുതൽ നിങ്ങളെ സഹായിക്കും ഈ സമയങ്ങളിലും തുടർന്നു വരുന്ന കാലഘട്ടങ്ങളിലും. കാരണം നമ്മുടെ ഒരു തെറ്റ് ഭഗവാൻ 100 തെറ്റായിട്ട് കണക്കാക്കുമെങ്കിലും ഒരു ചെറിയ ഒരു രൂപയുടെ നന്മ അദ്ദേഹം 1 കോടി നന്മയായിട്ട് കണക്കാക്കുകയും ചെയ്യുമെന്നാണ്. കുടുംബപരമായ രീതിയിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ നല്ല രീതിയിൽ ഇണങ്ങിയിരുന്നാൽ പോലും ഈ ഒരു കാലഘട്ടത്തിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുകൾ ഉണ്ടാവുകയും പിണങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെയും അവിടെ ഉണ്ടാകും. അതുപോലെ പിരിഞ്ഞിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ആ ഒരു ബന്ധം തുടർന്ന് പോകണം എന്ന രീതിയിൽ ഒന്ന് അടുക്കാനായിട്ടുള്ള ഒരു ശ്രമമാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വലിയ രീതിയിലുള്ള ഒരു തടസ്സവും കൂടി ഉണ്ടാവും. ഈ പറയുന്ന ഏപ്രിൽ 14 വരെയുള്ള സമയത്ത് ശേഷം നിങ്ങൾ ഇടപെടുകയാണെങ്കിൽ വളരെ അനുകൂലമായൊരു ഫലം നിങ്ങൾക്ക് ലഭിക്കും.
ഭാര്യയ്ക്കോ ഭർത്താവിനോ എന്തെങ്കിലും വിധത്തിലുള്ള അസുഖം വരുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതിലൂടെ തന്നെ പണം അനാവശ്യമായി ചിലവാകുന്ന ഒരു സാഹചര്യവും വരും. എന്നിരുന്നാൽ തന്നെയും പണം വരുന്ന ഒരു വഴിയും നിങ്ങൾക്ക് ധാരാളമായിട്ട് വരുന്നത് തന്നെയാണ്. വരുന്ന പണം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവായി പോകും എങ്കിലും വീണ്ടും പണം വന്നുകൊണ്ട് തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു മിശ്ര ഫലം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ മാസത്തിൽ ഉണ്ടാവുക. ഏപ്രിൽ 14 ശേഷമായിരിക്കും നിങ്ങൾക്ക് ഒരല്പമെങ്കിലും ജീവിതത്തിലേക്ക് മാറ്റമുണ്ടാക്കാനായിട്ട് കഴിയുക. ഗുരുഭഗവാന്റെ മാറ്റവും അതുപോലെ തന്നെ ഈ രാഹു കേതുവിൻ്റെയൊക്കെ മാറ്റം വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഒരു അനുകൂലമായ ഒരു മനോഭാവവും സമ്പത്തുമൊക്കെ ചേർത്ത് വയ്ക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കുടുംബ ബന്ധങ്ങളൊക്കെ ഒന്നിച്ചു ചേരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിന് സന്തോഷം ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമായി മാറുകയും ചെയ്യുമെന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഏപ്രിൽ മാസത്തിനെ കുറിച്ചിട്ട് എനിക്ക് ഈ ഒരു ഗ്രഹത്തിൻ്റെ മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ വെച്ചിട്ട് എനിക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ശുഭം.